നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും കൂട്ടുകാരെയും സ്വപ്നങ്ങളെയും വരെ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ? എന്നിട്ടും നിങ്ങൾ കൂടുതൽ സ്നേഹിക്കും തോറും അവർ നിങ്ങളിൽ നിന്ന് പതിയെ അകന്നുപോകുന്നതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിലൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ അമിത സ്നേഹം തന്നെയാണ് നിങ്ങളുടെ ആ ബന്ധത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹം കൂടിയാൽ എങ്ങനെയാണത് തെറ്റാകുന്നത് എന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണണം. കാരണം സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പാർട്ണറെ എത്രത്തോളം ശ്വാസം മുട്ടിക്കുന്നുണ്ട് എന്നും ഇങ്ങനെ അമിതമായി സ്നേഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിലെ ചില മനഃശാസ്ത്ര രഹസ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ സ്നേഹബന്ധം തകരാതെ കാത്തുസൂക്ഷിക്കാനുള്ള കൃത്യമായ പരിഹാരങ്ങളും ഈ വീഡിയോയിലുണ്ടാകും. അതിനാൽ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ഒരുപക്ഷെ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങളുടെ പ്രണയത്തെയും ജീവിതത്തെയും തന്നെ മാറ്റിമറിച്ചേക്കാം. നമ്മൾ സിനിമകളിലും നോവലുകളിലുമൊക്കെ കണ്ടും കേട്ടുമാണ് പ്രണയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. നായകനും നായികയും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നു, പരസ്പരം ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നു. ലോകത്ത് മറ്റാരേക്കാളും അവർ പരസ്പരം സമയം ചിലവഴിക്കുന്നു. ഇതൊക്കെ കണ്ട് നമ്മളും വിശ്വസിക്കുന്നു ഇതാണ് റിയൽ ലവ് എന്ന്. ഒരാളെ ജീവന് തുല്യം സ്നേഹിക്കണം, ശ്വാസം പോലെ കൂടെയുണ്ടാകണം എന്നൊക്കെ. എന്നാൽ റിയാലിറ്റി അതല്ല. പ്രണയിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും സ്നേഹം എത്രയായാലും അധികമാകില്ല എന്ന്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. അമൃത് അമിതമായാൽ വിഷമാകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രണയവും. ഒരു ചെടിക്ക് വളരാൻ വെള്ളം അത്യാവശ്യമാണ്. എന്നാൽ ദിവസവും ഒരു ബക്കറ്റ് വെള്ളം ആ ചെറിയ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ വേരുകൾ അഴുകി ആ ചെടി നശിച്ചു പോകും. നിങ്ങളുടെ പ്രണയബന്ധത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണോ? എന്താണ് അമിത സ്നേഹം അഥവാ ടോക്സിക് പൊസസീവ്നെസ്? ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായും അവർ എപ്പോഴും നമ്മുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കും. അതിൽ തെറ്റില്ല. എന്നാൽ ആ ആഗ്രഹം ഒരു വാശിയായി മാറുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. പങ്കാളി നിങ്ങളോട് മാത്രമേ സംസാരിക്കാവൂ, അവരുടെ ഒഴിവു സമയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടതാണ്, നിങ്ങളെക്കാൾ പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ മറ്റൊന്നിനും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്തകൾ സ്നേഹമല്ല, മറിച്ച് അതൊരു മാനസിക അവസ്ഥയാണ്. പലപ്പോഴും അമിതമായി സ്നേഹിക്കുന്നവർ തങ്ങളുടെ പങ്കാളിയെ ഒരു വ്യക്തിയായി കാണുന്നില്ല, മറിച്ച് തങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നത്. എനിക്ക് നീ ജീവനാണ്, അതുകൊണ്ടാണ് നീ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയുന്നതിൽ സ്നേഹമില്ല, മറിച്ച് ഇൻസെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത്. സ്നേഹമെന്നത് ഒരാൾക്ക് തണലേകേണ്ടതാണ്, അല്ലാതെ അവരെ തടവിലാക്കുന്ന ഒരു സ്വർണ്ണക്കൂടായി അതൊരിക്കലും മാറരുത്. ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടം ആകാശത്ത് പറക്കാനാണ്. നിങ്ങളതിനെ സ്നേഹിക്കുന്നുവെന്ന കാരണത്താൽ ഒരു സ്വർണ്ണക്കൂട്ടിലടച്ചാൽ അത് സ്നേഹമാകുമോ? ഒരിക്കലുമില്ല. അമിത സ്നേഹം എങ്ങനെയാണ് ഒരു സ്നേഹബന്ധത്തെ തകർക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാകില്ല. ഇതിന്റെ തുടക്കം വളരെ മനോഹരമായിരിക്കും. പാർട്ണർ എപ്പോഴും വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, കെയർ ചെയ്യുന്നു. തുടക്കത്തിൽ ഇതൊക്കെ വലിയ സന്തോഷം നൽകും. എന്നാൽ പതിയെ പതിയെ ഇത് ശ്വാസം മുട്ടിക്കലായി മാറും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അമിതമായി സ്നേഹിക്കുന്ന വ്യക്തി പാർട്ണറുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ തുടങ്ങും. നീ എവിടെയായിരുന്നു? എന്തിനാ ഫോൺ വെയിറ്റിംഗിലായത്? ആരാ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്തത്? ഇത്തരം ചോദ്യങ്ങൾ പാർട്ണറിൽ ഒരുതരം തടവറയുടെ ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. പാർട്ണർക്ക് അവരുടെ ജോലിയിലോ പഠനത്തിലോ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. കൂടാതെ സുഹൃത്തുക്കളുടെ കൂടെയോ കുടുംബത്തിന്റെ കൂടെയോ സമയം ചിലവഴിച്ചാൽ ഉടൻ വരും അടുത്ത ഡയലോഗ്, നിനക്കിപ്പോൾ എന്നേക്കാൾ വലുത് അവരാണല്ലേ. ഇത് കേൾക്കുമ്പോൾ പാർട്ണർക്ക് കുറ്റബോധം തോന്നും. വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി പാർട്ണർ ചെറിയ കള്ളങ്ങൾ പറയാൻ തുടങ്ങും. കൂട്ടുകാരുടെ കൂടെ പോയാലും വീട്ടിലാണെന്ന് പറയും. ഇത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ആ ബന്ധത്തിൽ വിശ്വാസമില്ലായ്മ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയ രണ്ടുപേർ പരസ്പരം സംശയിക്കുന്ന ശത്രുക്കളെ പോലെയാകുന്നു. ഇനി ചില സൈക്കോളജിക്കൽ ഫാക്ട്സ് നോക്കാം. എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ അമിതമായി സ്നേഹിക്കുന്നതും സംശയിക്കുന്നതും? ഇത് കേവലം അവരുടെ സ്വഭാവദൂഷ്യമല്ല. ഇതിനു പിന്നിൽ വളരെ ഗൗരവമുള്ള ചില മനഃശാസ്ത്ര കാരണങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അവരുടെ കുട്ടിക്കാലത്താണ്. ജോൺ ബോൾബി എന്ന മനഃശാസ്ത്രജ്ഞന്റെ അറ്റാച്ച്മെന്റ് തിയറി പ്രകാരം കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ വളർത്തുന്നവരിൽ നിന്നോ കൃത്യമായ സ്നേഹവും സുരക്ഷിതത്വവും ലഭിക്കാതെ വളരുമ്പോൾ അവർ വലുതാകുന്ന സമയത്ത് ഈ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്വഭാവം കാണിക്കും. അവർക്കെപ്പോഴും തങ്ങളുടെ പാർട്ണർ തങ്ങളെ വിട്ടുപോകുമോ എന്ന ഭയമായിരിക്കും. ഈ ഭയം കാരണമാണ് അവർ പങ്കാളിയെ പലപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതും അമിതമായി നിയന്ത്രിക്കുന്നതും. പാർട്ണർ ഒന്ന് ഫോൺ എടുക്കാൻ വൈകിയാൽ ഇവരുടെ ഉള്ളിൽ അവർ എന്നെ വിട്ടു പോയോ, എന്നോട് സ്നേഹം കുറഞ്ഞോ എന്നൊക്കെയുള്ള ചിന്ത ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കും. രണ്ടാമതായി, കോ ഡിപ്പെൻഡൻസി. അനാരോഗ്യകരമായ പരസ്പരാശ്രിതത്വമാണ് കോ ഡിപ്പെൻഡൻസി. ഇവിടെ ഒരാൾ സ്വന്തം വ്യക്തിത്വവും ഇഷ്ടങ്ങളും പൂർണ്ണമായും ഉപേക്ഷിച്ച് പാർട്ണറുടെ ജീവിതം മാത്രമായി ജീവിക്കുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥ. ഇത് വളരെ അപകടകരമാണ്. കാരണം ഇവിടെ സന്തോഷവും സങ്കടവും പൂർണ്ണമായും പാർട്ണറുടെ മൂഡിനെ ആശ്രയിച്ചിരിക്കും. പാർട്ണർ ഒന്ന് ദേഷ്യപ്പെട്ടാൽ ഇവരുടെ ലോകം ഡാർക്കാകും. സ്വന്തമായൊരു അസ്തിത്വമില്ലാതെ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നത് സ്നേഹമല്ല, അതൊരു മാനസിക പരാധീനതയാണ്.
അടുത്തത് കുറഞ്ഞ ആത്മാഭിമാനം. സ്വന്തം കഴിവുകളിലോ രൂപത്തിലോ ഒക്കെ അപകർഷതാബോധമുള്ളവർ തങ്ങളുടെ പാർട്ണറെ വേറെ ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്നെപ്പോഴും ഭയക്കും. താൻ ഈ പാർട്ണർക്ക് അർഹനല്ല എന്ന ഉള്ളിലെ തോന്നൽ കാരണം അവർ പാർട്ണറെ പലപ്പോഴും സംശയിക്കുകയും അമിതമായി സ്നേഹിച്ചവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി സ്നേഹം ഒരു ലഹരിയായി മാറുമ്പോഴും പ്രശ്നങ്ങളാണ്. നമുക്ക് ശാസ്ത്രീയപരമായി ഈ അമിത സ്നേഹത്തെ ഒന്ന് പരിശോധിക്കാം. പ്രണയിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ, ഓക്സിഡോസിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇവയാണ് നമുക്ക് സന്തോഷവും നിർവൃതിയും നൽകുന്നത്. എന്നാൽ അമിതമായി സ്നേഹിക്കുന്നവരിൽ അവരുടെ പങ്കാളി ഒരു മയക്കുമരുന്ന് പോലെയായി മാറുന്നുണ്ട്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ മാത്രം അവർക്ക് ഡോപ്പമിൻ ലഭിക്കുന്നു. പാലിന് തിരക്കിലാകുമ്പോഴോ സംസാരിക്കാൻ കഴിയാതെ വരുമ്പോഴോ ഈ മയക്കുമരുന്നടിമയ്ക്ക് മരുന്ന് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് ഇവർക്കുമുണ്ടാകും. ശാരീരികമായി വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ഉത്കണ്ഠ, ദേഷ്യം ഇവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് പാർട്ണർ ഫോൺ എടുക്കാത്തപ്പോൾ ഇവർ തുടർച്ചയായി 50ഉം 100ഉം തവണ കോൾ ചെയ്യുന്നത്. അതുപോലെ അമിത സ്നേഹം നിങ്ങളുടെ കരിയറിനെയും ജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഈ അമിത സ്നേഹം പ്രണയബന്ധത്തെ മാത്രമല്ല തകർക്കുന്നത്, നിങ്ങളുടെ വ്യക്തിജീവിതത്തെയും ഭാവിയെയും കൂടിയാണ്. എപ്പോഴും ഫോണിൽ കാത്തിരിക്കുകയും പാർട്ണറുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ശ്രദ്ധ പാളും. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ടു പോകും. ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ തെറ്റുകൾ വരുത്തും. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളിൽ നിന്നും അകലും. ഒടുവിൽ ആ റിലേഷൻ തകരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സുഹൃത്തുക്കളോ ജോലിയോ ഇല്ലാത്ത ഒരു ശൂന്യമായ അവസ്ഥ നിങ്ങളിൽ എത്തിച്ചേരും. അത് ഇനി എങ്ങനെ ഒരു മാറ്റം തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം. ഇത്രയും നേരം നമ്മൾ ഈ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഇതിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന സ്വഭാവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് തന്നെ മാറ്റം ആരംഭിക്കുക. ആദ്യമായി സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ഇതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ ജീവിതം മുഴുവൻ അവരുടേതല്ല. ഈ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അവയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുക. ഒരു ഹോബി വളർത്തിയെടുക്കുക. പുസ്തകം വായിക്കുകയോ യാത്ര ചെയ്യുകയോ പാട്ട് കേൾക്കുകയോ അങ്ങനെ എന്തുമാകാം. പാർട്ണർ കൂടെയില്ലാത്ത സമയത്തും സ്വന്തമായി സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ശീലിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെയും ബഹുമാനിക്കുന്നത്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ബൗണ്ടറീസ് അത്യാവശ്യമാണ്. സ്നേഹമുണ്ട് എന്ന് കരുതി എപ്പോഴും ഫോണിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുത്. പാർട്ണർക്ക് അവരുടേതായ പേഴ്സണൽ സ്പേസ് കൊടുക്കുക. അവർ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ അവരെ ശല്യപ്പെടുത്താതിരിക്കുക. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, നാളെ സംസാരിക്കാമെന്ന് പാർട്ണർ പറഞ്ഞാൽ അത് സന്തോഷത്തോടെ അംഗീകരിക്കാൻ കഴിയണം. ഇത് നിങ്ങളോടുള്ള സ്നേഹക്കുറവല്ല, അവരുടെ വ്യക്തിസ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം തുറന്ന ആശയവിനിമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമോ അരക്ഷിതാവസ്ഥയോ തോന്നിയാൽ അത് കുറ്റപ്പെടുത്തലുകളായി പാർട്ണറോട് പറയാതിരിക്കുക. എക്സാമ്പിളായിട്ട്, നീ എപ്പോഴും എന്നെ അവഗണിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ സമയം കിട്ടാത്തത് എനിക്ക് വിഷമമുണ്ടാക്കുന്നു എന്ന് പറയാൻ ശ്രമിക്കുക. അടുത്തായിട്ട് ഇമോഷണൽ റെഗുലേഷൻ. പാർട്ണർ മെസ്സേജിന് റിപ്ലൈ തന്നില്ലെങ്കിൽ ഉടനൊരു പാനിക്കാകുന്ന സ്വഭാവം മാറ്റുക. ദേഷ്യമോ സങ്കടമോ വന്നു കഴിഞ്ഞാൽ ഉടൻ പ്രതികരിക്കാതെ ഒരു 10 മിനിറ്റ് ശാന്തമായിരിക്കുക. ആഴത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമാണോ അതോ നിങ്ങളുടെ വെറും തോന്നലാണോ എന്ന് സ്വയം ചോദിക്കുക. അവർ തിരക്കിലായിരിക്കും, ഫ്രീയാകുമ്പോൾ വിളിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നിങ്ങളുടെ അമിത ഉത്കണ്ഠയെയും പൊസസീവിനെയും നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറുടെയോ സഹായം തേടണം. ഇതിൽ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. ഈ വീഡിയോ കാണുന്നവരിൽ പാർട്ണറുടെ അമിത സ്നേഹം കാരണം ശ്വാസം മുട്ടുന്നവരും ഉണ്ടാകും. നിങ്ങൾക്കൊരു ഉപദേശം തരാം. നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇതൊന്നും. അവരുടെ ഉള്ളിലെ ഭയവും അരക്ഷിതാവസ്ഥയുമാണ് അവരെ കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നത്. അതിനാൽ പെട്ടെന്ന് അവരെ അവഗണിക്കുകയോ ബന്ധം അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. പകരം അവർക്ക് ആവശ്യമായ സുരക്ഷിതത്വം നൽകുക. ഞാൻ എവിടെയും പോകില്ല, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്കെൻ്റെ കരിയറും വ്യക്തിപരമായ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒപ്പം അതിരുകൾ കർശനമായി പാലിക്കുകയും ചെയ്യുക. സ്വാതന്ത്ര്യമുള്ള സ്നേഹമാണ് ശാശ്വതം. ഒന്നോർക്കുക, സ്നേഹമെന്നത് പരസ്പരം ബന്ധിക്കാനുള്ള ഒരു ചങ്ങലയല്ല, മറിച്ച് രണ്ടുപേർക്കും ഒരുമിച്ച് പറക്കാൻ നൽകുന്ന ചിറകുകളാണ്. ഒരു ക്യാമ്പ് ഫയർ പോലെയാണ് പ്രണയം. വിറകുകൾ തമ്മിൽ ചെറിയ അകലം ഉണ്ടെങ്കിലേ കാറ്റ് കടന്നുപോയി തീ നന്നായി കത്തുകയുള്ളൂ. വിറകുകൾ തമ്മിൽ വല്ലാതെ കൂട്ടിവെച്ചാൽ തീ കെട്ടുപോവുകയും പുകയുണ്ടാവുകയും ചെയ്യും. റിലേഷൻഷിപ്പിലും ഈ സ്പേസ് ആവശ്യമാണ്. അമിത സ്നേഹത്തിന്റെ ഭാരം ഇറക്കി വെച്ച് പരസ്പരം താങ്ങായി മാറുന്ന, പരസ്പരം വളരാൻ സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.